ഈ പോരാട്ടം നടത്തിയ അതിജീവിതയെ കഴിഞ്ഞ 8.5 വർഷമായി നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾ എണ്ണി ഓരോ ദിവസവും ഈ കേസിന് ഒപ്പം മലയാളി സഞ്ചരിച്ചത് സമാനതകളില്ലാത്ത ഒരു സഞ്ചാരമായിരുന്നു. ഇതുപോലെ ഒരു കേസ് സമാനമായ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്കെതിരായി നടന്ന അതിക്രമങ്ങൾ ഒക്കെ കേരളം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും കേരളീയ പൊതുസമൂഹം മുഴുവൻ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസായി ഇത് അടയാളപ്പെടുത്തപ്പെടുകയാണ്. അതിൽ തന്നെ ഇതുപോലെയുള്ള ഒരു നിഷ്ഠൂര കൃത്യം, അത് ഒരു പെൺകുട്ടിയുടെ വിവാഹിതയാകാൻ തയ്യാറെടുത്തിരിക്കുന്ന വിവാഹമോതിരം, എൻഗേജ്മെന്റ് റിംഗ് അണിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഭാവി ജീവിതം തന്നെ ഇരുട്ടിലാക്കാവുന്ന തരത്തിലുള്ള ക്രൂരമായ കൃത്യമാണ് നടന്നത്. അതിനെ അതുകൊണ്ടാണ് ക്വട്ടേഷൻ ബലാത്സംഗം എന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തത്. പക്ഷേ ആ ഒരു നിഷ്ഠൂരമായ കൃത്യത്തിനൊടുവിൽ അവൾ നിശബ്ദയാകും അല്ലെങ്കിൽ തോറ്റുപോകും എന്ന് കരുതിയ ഒരു നിമിഷത്തിൽ നിന്നും ഞാൻ അവളെ സല്യൂട്ട് ചെയ്യുന്നത് ആ ഒരു മൊമെന്റിലാണ്. ആ സർവൈവർ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ഇട്ട അന്നത്തെ ആ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, അന്ന് അവൾ ജയിച്ചു. ഈ കേസിൽ അന്ന് അവൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് വരുന്ന ഇപ്പോഴത്തെ ഈ വിധിയിൽ ദിലീപ് കുറ്റവിമുക്തനാകുന്നു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, ദിലീപ് പ്രതിയാകണം അല്ലെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം, ദിലീപിനെതിരെ തെളിവുകൾ കണ്ടെത്തണം, അങ്ങനെ ഒരു ആക്രോശവും നമ്മൾ നടത്തിയിട്ടില്ല. പക്ഷേ ഈ വിധിയിൽ 1 മുതൽ 6 വരെയുള്ള കുറ്റകൃത്യത്തിൽ നേരിട്ടുൾപ്പെട്ടവർ മാത്രം ശിക്ഷിക്കപ്പെടുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ക്രിമിനൽ ഗൂഢാലോചന എന്നത് പ്രോസിക്യൂഷന് ഇത്രയധികം വിചാരണയിലൂടെ കടന്നു പോകുമ്പോൾ 300 തെളിവുകൾ സമർപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. പക്ഷേ ആ 300 തെളിവുകളിൽ ഒന്നുപോലും 6 മുതൽ 6 ശേഷമുള്ള 7, 8, 9, 15 പ്രതികൾക്കെതിരായ അവർ ചെയ്തതെന്ന് ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കുന്നതിന് പര്യാപ്തമായില്ല എങ്കിൽ അവിടെ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ കേസിന്റെ എൻഡ് ടേക്ക് എന്ന് പറയുന്നത്.